ഹലോ ഗായ്സ്, ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഞാൻ ലോങ് വീഡിയോ ആണ് ഉദ്ദേശിച്ചതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് അങ്ങോട്ട് ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെയിറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയെന്ന് കമൻറ്റ് ചെയ്യണം. അതെന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക, ഇതുവരെ ഒരു ട്രിപ്പ് ഞാനിവിടെ വന്നിട്ടൊരു 4 years ആയി. 4 yearsനോടിടയ്ക്ക് നമ്മൾ സ്റ്റേക്കേഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് എല്ലാം സെറ്റായിട്ട് തലേദിവസം വരെ ഇങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ കാര്യം വരെ ഇങ്ങനെ അങ്ങേയറ്റം പ്ലാൻ ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് അത് ഫ്ലോപ്പായി പോകുന്നതായിരുന്നു നമുക്ക് മിക്കവാറും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്തോ ഈ ഗോഡ് ഹാസ് ബെറ്റർ പ്ലാൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഹാസ് ബെറ്റർ പ്ലാൻസ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊണ്ട് ദാസാന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു ട്രിപ്പായിരുന്നു ഇത്. അതായത് നമ്മളൊരു തേഴ്സ്ഡേ നൈറ്റ് ഇത് പ്ലാൻ ചെയ്യുന്നു, സാറ്റർഡേ നമ്മൾ പോകുന്നു. അതായിരുന്നു നമ്മുടെ ട്രിപ്പ്. അപ്പം ഞാൻ നോയുമ്പോഴാണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ. പിന്നെ നമ്മൾ നൈറ്റിലത്തേക്കുള്ള മീൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോസി എസ്റ്റേറ്റിക് വൈബുള്ളൊരു സാധനമായിരുന്നു. പിന്നെ നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാനുണ്ടായിരുന്നു. അത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ലാത്ത കാരണം ഞാൻ നമ്മുടെ കൂടെ വന്ന അറബി കൊച്ചിനെ കൊണ്ട് വരെ ഞാനത് ഇളക്കിച്ച്. പിന്നെ നമ്മൾ ഇവിടുത്തെ 9:30, നാട്ടിലത്തെ 12 മണിയായപ്പോൾ നോയമ്പൊക്കെ മുറിച്ചു. ഈസ്റ്റർ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷഷ്ലിക്കിലേക്കുള്ള പരിപാടിയാണ്. ഷഷ്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനൊക്കെ ചുട്ടെടുത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയില്ല, അത് തന്നെ. അപ്പോൾ എവിടുന്നോ ഇല്ലാണ്ട് കാട്ടിൽ നിന്നൊരു ഹസ്കി പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ പട്ടികളെ ഭയങ്കര പേടിയായതാണ് ഞാൻ ഓടിക്കയറി. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഞാൻ അധികം നിൽക്കാറില്ല. ഞാനങ്ങ് നന്നായിട്ട് സ്കൂട്ടാവും. എനിക്ക് ശ്വാസം മുട്ടൽ വരും, പനി ഒടിക്കും, പൊടി അടിച്ച് എനിക്കത് വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നൈസായിട്ടങ്ങ് സ്കൂട്ടാവും. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി. ഇതാണ് എൻ്റെ റൂംമേറ്റ് ഹർഷിത. നമ്മളുണ്ട് അവിടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ചാടി ഓടിക്കയറി നമ്മൾ നടക്കുമായിരുന്നു. അയ്യോ, നമ്മൾ ഇതുവരെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞല്ലേ, ഇത് നമ്മുടെ സ്റ്റാവറപൂളിൽ നിന്നും ഒരു 200 to 250 kilometers അപ്പുറമുള്ള അർഖീസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് നേച്ചർ ഫ്രണ്ട്ലി ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി സ്റ്റാർ ഗേസിങ്ങിനൊക്കെ പോയി ഫുഡെല്ലാം കഴിച്ച് പാവം മുഹമ്മദിനെ നമുക്കറിയാവുന്ന തമിഴും തെലുഗും നമ്മുടെ മലയാളവും പിന്നെ അറബിക്കും റഷ്യനും ഒക്കെ അവനും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിപ്പിച്ച് പോയി കിടന്നുറങ്ങി. അപ്പോൾ ബൈ ഗൈസ്.